ഇന്നത്തെ വാർത്തകളിലേക്ക് പോകും മുൻപേ ആദ്യം നാളത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കർണാടക നിയമസഭയെ ഇനി മലയാളി നയിക്കും. ബംഗളൂരു മണ്ഡലത്തിൽ നിന്ന് 5ാം തവണയും വിജയിച്ച UT ഖാദറിനെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഖാദർ നാമനിർദ്ദേശ പത്രിക നൽകി. നാളെയാണ് തിരഞ്ഞെടുപ്പ്. HK പട്ടേൽ, TB ജയചന്ദ്ര എന്നിവരാണ് കോൺഗ്രസ് ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ KC വേണുഗോപാലും രൺദീപ് സിംഗ് സുർജവാലയും ഖാദറുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. 5ാം തവണയും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട UT ഖാദർ നേരത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. കഴിഞ്ഞ സഭയിൽ പ്രതിപക്ഷ ഉപനേതാവുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ സമഗ്രമായി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളും നിയമനങ്ങളും സംബന്ധിച്ച കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് BJPക്കെതിരായ പോരാട്ടത്തിനുള്ള ആയുധമാക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പോവുകയാണ്. പിന്തുണ തേടി കെജ്രിവാൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കണ്ടു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും ഒപ്പമുണ്ടായിരുന്നു. ഡൽഹി സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിനെ തൃണമൂൽ കോൺഗ്രസ് എതിർക്കുമെന്നും പ്രതിപക്ഷ കക്ഷികളോട് ഒരുമിച്ച് നിൽക്കാൻ ആവശ്യപ്പെടുമെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു. നാളെ ഉദ്ധവ് താക്കറെയുമായും ഈ മാസം 25-ന് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായും കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണാധികാരം സർക്കാരിനാണെന്ന സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കിയത്. രാജ്യസഭയിൽ ഈ ഓർഡിനൻസ് പരാജയപ്പെടുത്തുകയാണ് AAPയുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും നാളെയും പ്രത്യേകിച്ച് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കും. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജന്മദിനമാണ്. 78 വയസ്സ് അദ്ദേഹത്തിന് തികയുകയാണ്. നാളെ കേരളത്തിന് വളരെയധികം സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നറിയാൻ സാധിക്കുന്നു. നാളെ മുഖ്യമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രതീക്ഷിക്കാം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഇത്തവണത്തെ വിഷു ബമ്പർ നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നറുക്കെടുപ്പ് നടക്കുക. 12 കോടി രൂപയുടെ 1ാം സമ്മാനമാണ് വിഷു ബമ്പർ നേടുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത്. 1 കോടി രൂപയാണ് 2ാം സമ്മാനം. 3ാം സമ്മാനമായി 10 ലക്ഷവും ലഭിക്കും. 4ാം സമ്മാനമായി 5 ലക്ഷവും ലഭിക്കും. ആകെ 49 കോടി 46 ലക്ഷം 12,000 രൂപയുടെ സമ്മാനങ്ങളുണ്ട്. 300 രൂപയാണ് ടിക്കറ്റ് വില. ഇത്തവണ 5ാം സമ്മാനമായി 2 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. 5,000 രൂപയാണ് 6ാം സമ്മാനം. 2,000 രൂപ, 1,000 രൂപ, 500 രൂപ എന്നിങ്ങനെയാണ് 7, 8, 9 സമ്മാനങ്ങൾ. 10ാം സമ്മാനമായി 300 രൂപയും ലഭിക്കും. നാളെ ഭാഗ്യശാലി ആരാണെന്ന കാര്യത്തിലുള്ള പൂർണ്ണ ചിത്രം പുറത്തുവരും. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ റിപ്പോർട്ടുകളും പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഫോറൻസിക് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തും. കൊല്ലത്തെ തീപിടുത്തത്തിന് ശേഷം എല്ലാ മരുന്നു സംഭരണ കേന്ദ്രങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നും പരിശോധന നടത്തണമെന്നും KMSCL-ന് നിർദ്ദേശം നൽകിയിരുന്നു എന്നും മന്ത്രി പറയുകയുണ്ടായിരുന്നു. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ എല്ലാ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. കെട്ടിടത്തിൽ മതിയായ സുരക്ഷയോ തീ അണയ്ക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. കോവിഡ് കാലത്തെ പർച്ചേസിൽ അഴിമതിയുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് തീപിടുത്തമെന്നത് ദുരൂഹത ഏറ്റുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. തീപിടുത്തം ഗൗരവമായി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ നാളെയും പ്രതീക്ഷിക്കാം. കൊച്ചി വാഹനാപകടത്തിൽ കടവന്ത്ര SHO മനോരാജിന് സ്ഥലം മാറ്റം. കാസർഗോഡ് ചന്ദര സ്റ്റേഷനിലേക്കാണ് മനോരാജിനെ മാറ്റിയത്. കൊച്ചിയിൽ മനോരാജ് യുവാവിനെ വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയത് വളരെ വലിയൊരു വിവാദമായി മാറിയിരുന്നു. സംഭവത്തിൽ മനോരാജിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെയാണ് സ്ഥലം മാറ്റം. മട്ടാഞ്ചേരി SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും അറിയാൻ സാധിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നാളെയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.